lemma 4 ആണ് ലാസ്റ്റ് ലെമ്മ. Suppose that G is a finite abelian group of prime power order if G is equal to h1 cross h2 cross etc cross hm and G is equal to k1 cross k2 cross etc cross kn, where the h's and k's are non-trivial cyclic subgroups with order of h1 greater than or equal to order of h2 greater than or equal to etc greater than or equal to order of hm, and order of k1 greater than or equal to order of k2 greater than or equal to etc greater than or equal to order of kn, then m equal to n and order of hi is equal to order of ki for all i. അപ്പോൾ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ് ഓഫ് പ്രൈം പവർ ഓർഡറാണ്. ജി ഈസ് ഈക്വൽ ടു എച്ച്, അതിനൊരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഓക്കെ, ഒരു ഇൻറ്റേർണൽ ഡയറക്റ്റ് പ്രോഡക്റ്റായിട്ട് എഴുതി. അതേപോലെ മറ്റൊരു റെപ്രസെൻറ്റേഷനും ഉണ്ട് കെ വെച്ചിട്ടുള്ള. where the H's and K's are non-trivial cyclic subgroups with order of h1 greater than or order of h2 അപ്പോൾ അതായത് ഓർഡർ ഡിക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ കെയുടെ അതേപോലെ തന്നെ. ദെൻ എം ഈക്വൽ ടു എൻ, അതായത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ രണ്ടിൻ്റെ ഓർഡർ സെയിം ആയിരിക്കും. അപ് ടു ഐസോമോർഫിസം ഇതെല്ലാം ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൂഫ് വി പ്രൊസീഡ് ബൈ ഇൻഡക്ഷൻ ഓൺ ഓർഡർ ഓഫ് ജി. അപ്പോൾ ജിയുടെ ഓർഡറിൽ നമ്മൾ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ക്ലിയർലി ദ കേസ് വെയർ ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു പി ഈസ് ട്രൂ. അപ്പം ഏറ്റവും കുറവ് ഓർഡർ വരുന്നത് ഇത് ജി പ്രൈം പവർ ഓർഡറിലെ വരുന്നത്. അതിൽ ഏറ്റവും കുറവെന്ന് പറഞ്ഞാൽ p⁻1 ആണ്. അപ്പോൾ ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരുമ്പോൾ നമുക്ക് ആകെ എപ്പോഴും എന്താ പറയുക, ഒരു റെപ്രസെൻറ്റേഷൻ അല്ലേ വരും. അതായത് ഒരൊറ്റ ഈ പറഞ്ഞിരിക്കുന്ന h1 അല്ലെ ഒരു h1 കാണും, അല്ലെ ഒരു k1 കാണുള്ളൂ. അപ്പോൾ ഓർഡർ ഓഫ് ജി ഈക്വൽ ടു പി വരുന്ന ആ കേസിൽ നമുക്കിത് ട്രൂ ആണ്, പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. നൗ സപ്പോസ് ദാറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ അബീലിയൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ ലെസ് ദാൻ ഓർഡർ ഓഫ് ജി. അപ്പോൾ നമ്മൾ ഓർഡർ ഓഫ് ജിനേക്കാളും ഓർഡർ കുറവുള്ള എല്ലാ അബീലിയൻ ഗ്രൂപ്പിനും ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണല്ലോ ഇൻഡക്ഷൻ. ഫോർ എനി അബീലിയൻ ഗ്രൂപ്പ് ക്യാപിറ്റൽ എൽ, the set L raised to P equal to set of all x raised to P such that x belongs to L is a subgroup of L, and by theorem 9.5 let G be a finite abelian group and let P be a prime that divides the order of G, then G has an element of order P. By this theorem, ഇതിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ബൈ ദിസ് തിയറം എൽ റേസ് ടു പി ഈസ്, അത് ഫസ്റ്റ് പേജ് തന്നെ ഒന്നുകൂടെ വന്നിരിക്കുകയാണ്, ഇതിനകത്താണ് ക്ലിയർ ആയിട്ടുള്ളത്. ബൈ ദിസ് തിയറം എൽ റേസ് ടു പി ഈസ് എ പ്രോപ്പർ സബ് ഗ്രൂപ്പ് ഇഫ് പി ഡിവൈഡ്സ് ഓർഡർ ഓഫ് എൽ. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞ് വന്നിട്ടാണിത് ചെയ്യുന്നത്. അതായത് കുറച്ച് ഡെഫിനിഷൻസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഒരു അബീലിയൻ ഗ്രൂപ്പ് എൽ എടുത്തു കഴിഞ്ഞാൽ എൽ റേസ് ടു പി നിങ്ങൾ നേരത്തെ കണ്ടിട്ടില്ലായിരിക്കും. എക്സ് റേസ് ടു പി ഓരോ എലമെൻറ്റിൻ്റെയും പീത്ത് പവർ എടുക്കുന്ന ഗ്രൂപ്പ്. ഇത് സബ് ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. ഇത് ഈസിയാണ്. ഇപ്പം നിങ്ങൾ എക്സും വൈയും ഇതിനകത്ത് നിന്ന്, അതായത് എക്സ് റേസ് ടു പിയും വൈ റേസ് ടു പിയും ഇതിനകത്ത് നിന്ന് എടുക്കുന്നു. അപ്പോൾ എക്സ് റേസ് ടു പി ഇൻറ്റു വൈ റേസ് ടു പിയുടെ ഇൻവേഴ്സ്, അതായത് എ ബി ഇൻവേഴ്സ് എന്ന് പറയുന്ന ഉണ്ടല്ലോ, 1 സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോവുക. അപ്പോൾ എക്സ് റേസ് ടു പി ഇൻറ്റു വൈ റേസ് ടു പി ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എക്സ് റേസ് ടു പി ഇൻറ്റു വൈ ഇൻവേഴ്സ് ദ ഹോൾ റേസ് ടു പി. ഈ സംഭവം എവിടെ വരണം? നമ്മുടെ ഇതിനകത്ത് വരണം. ഇനി എക്സും വൈ ഇൻവേഴ്സും എവിടെ ഉണ്ട്? എല്ലിനകത്തിലുണ്ട്. കാരണം എല്ലൊരു അബീലിയൻ ഗ്രൂപ്പാണ്. എക്സും വൈയും അതിനകത്തുണ്ടെങ്കിൽ എക്സും വൈ ഇൻവേഴ്സും അവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പീത്ത് പവർ എവിടെ വരും? എൽ റേസ് ടു പിയിൽ വരും. ഇപ്പോൾ എക്സ് റേസ് ടു പി ഇൻറ്റു വൈ റേസ് ടു പി എന്ന് പറയുന്നത് എക്സ് റേസ് ടു പി ഇൻറ്റു വൈ റേസ് ടു പി അല്ല, എക്സ് റേസ് ടു പി ഇൻറ്റു വൈ ഇൻവേഴ്സ് ദ ഹോൾ റേസ് ടു പിനെ നമുക്ക് എക്സ് വൈ ഇൻവേഴ്സ് ദ ഹോൾ റേസ് ടു പി എന്ന് എഴുതാം. ഇനി എക്സ് വൈ ഇൻവേഴ്സ് എവിടെ ഉണ്ട്? എല്ലിനകത്തിലുണ്ട്. അപ്പോൾ എക്സ് വൈ ഇൻവേഴ്സ് ദ ഹോൾ റേസ് ടു പി എന്ന് പറയുന്നത് എവിടെ വരും? എൽ റേസ് ടു പിയിൽ വരും. ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് എൽ ആൻഡ് ബൈ തിയറം 9.5 let G be a finite abelian group and let P be a prime that divides the order of G.
ഓക്കെ, അപ്പോൾ നമുക്ക് ജി എന്ന് പറയുന്ന ഒരു അബീലിയൻ ഗ്രൂപ്പ് ഉണ്ട്, പി എന്ന് പറയുന്ന ഒരു പ്രൈം അതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു പി ഓർഡർ ഉള്ള ഒരു എലമെൻറ്റ് അതിനകത്തിലുണ്ടാകും. ദെൻ ജി ഹാസ് ആൻ എലമെൻറ്റ് ഓഫ് ഓർഡർ പി. ബൈ ദിസ് തിയറം എൽ റൈസ് ടു പി ഈസ് എ പ്രോപ്പർ സബ് ഗ്രൂപ്പ് ഇഫ് പി ഡിവൈഡ്സ് ഓർഡർ ഓഫ് എൽ. അപ്പം ഓർഡർ ഓഫ് എൽ റൈസ് ടു പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് എല്ല്, സോറി അത് വേണ്ട, നമുക്ക് ഓർഡർ ഓഫ് അത് കണ്ടുപിടിക്കണ്ട. ഇപ്പം ഓർഡർ ഓഫ് എല്ലിനെ പി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, എല്ലിൻ്റെ ഓർഡറിനെ പി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എല്ലിനകത്തിൽ പി ഓർഡറുള്ള ഒരു എലമെൻ്റ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം, ഈ തിയറം വെച്ചിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എൽ റൈസ് ടു പി കണ്ടുപിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓൾറെഡി അതിനകത്തിൽ ഐഡൻറ്റിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ ഈ പി ഓർഡർ വരുന്ന എലമെൻ്റ് എന്തായിട്ട് മാറും? എൽ റൈസ് ടു പിയിൽ എത്തുമ്പോഴത്തേന് അത് ഐഡൻറ്റിറ്റി ആവും. അപ്പോൾ എല്ലിനകത്തിലുള്ള അത്ര എലമെൻറ്റ്സ് എവിടെ വരത്തില്ല? എൽ റൈസ് ടു പിയിൽ വരത്തില്ല. അപ്പം പി ഡിവൈഡ്സ് ഓർഡർ ഓഫ് എൽ ആണെങ്കിൽ എൽ റൈസ് ടു പി എന്ന് പറയുന്നത് പ്രോപ്പർ സബ് ഗ്രൂപ്പ് ആയിരിക്കും ആരുടെ? എല്ലിൻ്റെ. ദെൻ ജി റൈസ് ടു പി സിക്കലി നമുക്ക് ജനറലായിട്ടൊരു പീത്ത് പവർ എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ജിക്ക് പീത്ത് പവർ എടുക്കുകയാണ്, ജി റൈസ് ടു പി എടുക്കുന്നു. അപ്പോൾ ജി റൈസ് ടു പി ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഇതേപോലെ തന്നെ നമ്മുടെ ജിയുടെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്നത്, ഓർഡർ ഓഫ് ജീനെ പി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ജി എന്ന് പറഞ്ഞാൽ പ്രൈം പവർ വരുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ ഓർഡർ ഓഫ് ജീനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും നമുക്ക്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താ? ഒരു പ്രോപ്പർ സബ് ഗ്രൂപ്പാണ്, തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ. അപ്പോൾ ഒരു പ്രോപ്പർ സബ് ഗ്രൂപ്പ് ആകുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് രണ്ട് റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരാം. H1 റൈസ് ടു പി ക്രോസ് H2 റൈസ് ടു പി ക്രോസ് എക്സെട്ര ക്രോസ് HM ഡാഷ് റൈസ് ടു പി. അതേപോലെ തന്നെ കെയുടേതുണ്ട് എൻ ഡാഷാണ്, കാരണം മറ്റേടത്തുള്ള അത്രയും ഫാക്ടേഴ്സ് ഇവിടെ വരത്തില്ല, കാരണം ഇത് പ്രോപ്പർ സബ് ഗ്രൂപ്പ്, എലമെൻറ്റ്സ് കുറവാണ്. ഓക്കെ, വേർ എം ഡാഷ് ഈസ് ദ ലാർജസ്റ്റ് ഇൻറ്റിജർ ഐ സച്ച് ദാറ്റ് ഓർഡർ ഓഫ് എച്ച് ഗ്രേറ്റർ ദാൻ പി ആൻഡ് എൻ ഡാഷ് ഈസ് ദ ലാർജസ്റ്റ് ഇൻറ്റിജർ ജെ സച്ച് ദാറ്റ് ഓർഡർ ഓഫ് കെ ജെ ഗ്രേറ്റർ ദാൻ പി. അപ്പം ഈ ഓരോന്നിൻ്റെയും ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞു വരുന്ന രീതിയിലാണല്ലോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓരോന്നിൻ്റെയും ഓർഡർ ഈ എച്ച് എം ഡാഷ് വരെ ഉള്ളതിൻ്റെ ഓർഡർ പീനേക്കാളും കൂടുതലാണ്. കാരണം ഓർഡർ ഓഫ് എച്ച് ഇവിടെ താഴെ പറയുന്നുണ്ടല്ലോ, ഓർഡർ ഓഫ് എച്ച് ഐ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഓർഡർ ഓഫ് എച്ച് ഐ റേസ് ടു പി എന്നാണ് ആ ഫോർമുല. അല്ലെങ്കിൽ ഓർഡർ ഓഫ് എച്ച് ഐ റേസ് ടു പി ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് എച്ച് ഐ ഡിവൈഡഡ് ബൈ പി എന്ന് ആണ് പറയുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയണമെങ്കിൽ ഓരോന്നിൻ്റെയും ഓർഡർ അറ്റ്ലീസ്റ്റ് പി എങ്കിലും വരണം. പിന്നെ അതേപോലെ ഇതിനകത്ത് ട്രിവിയൽ ഫാക്ടേഴ്സ് ഇല്ല, ട്രിവിയൽ ഫാക്ടേഴ്സ് ഒന്നും എടുക്കുന്നില്ലല്ലോ നമ്മൾ എഴുതുമ്പോൾ. അപ്പോൾ പീനേക്കാളും കൂടണം, അറ്റ്ലീസ്റ്റ് പി വന്നാൽ പോലും പി ബൈ പി 1 അപ്പോൾ ട്രിവിയലായി പോവും. അപ്പോൾ ഓരോന്നിൻ്റെയും ഓർഡർ പീനേക്കാളും കൂടിയേ പറ്റുള്ളൂ. അപ്പോൾ അതാ പറഞ്ഞിരിക്കുന്നത്, വേറെ എം ഡാഷ് ഈസ് ദ ലാർജസ്റ്റ് ഇൻറ്റിജർ ഐ സച്ച് ദാറ്റ് ഓർഡർ ഓഫ് എച്ച് ഗ്രേറ്റർ ദാൻ പി ആൻഡ് എൻ ഡാഷ് ഈസ് ദ ലാർജസ്റ്റ് ഇൻറ്റിജർ ജെ സച്ച് ദാറ്റ് ഓർഡർ ഓഫ് കെ ജെ ഗ്രേറ്റർ ദാൻ പി. Therefore, both the direct product representations do not have trivial factors. Since order of g raised to p less than order of g, we have by induction m dash is equal to n dash ആണല്ലോ. കാരണം നമുക്ക് ഇൻഡക്ഷൻ വെച്ചിട്ട് ഈ റെപ്രസെൻറ്റേഷനകത്തിലെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഈക്വൽ ആവും. അതേപോലെ ഓരോന്നിൻ്റെ ഓർഡറും എന്താവും? ഈക്വലായി പറ്റുള്ളൂ. ഓർഡർ ഓഫ് എച്ച് റേസ് ടു പി സിക്കൽ ടു ഓർഡർ ഓഫ് കെ റേസ് ടു പി ഫോർ ഐ സിക്കൽ ടു 1 to എക്സെട്ര അപ് ടു എം ഡാഷ്. സിൻസ് ഓർഡർ ഓഫ് എച്ച് ഐ സിക്കൽ ടു പി ഇൻറ്റു ഓർഡർ ഓഫ് എച്ച് ഐ റേസ് ടു പി, ഓർഡർ ഓഫ് എച്ച് ഐ ഡിവൈഡഡ് ബൈ പി സിക്കൽ ടു ഓർഡർ ഓഫ് കെ ഐ റേസ് ടു പി. നമുക്ക് ഓർഡർ ഓഫ് എച്ച് ഐ റേസ് ടു പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് എച്ച് ഐ ഡിവൈഡഡ് ബൈ പി ആണ്, ഈക്വൽ ടു അത് ഓർഡർ ഓഫ് കെ ഐ റേസ് ടു പി യു ആണ്. ഇംപ്ലൈസ് ഓർഡർ ഓഫ് എച്ച് ഐ ഈക്വൽ ടു പി ഇൻറ്റു ഇതിനകത്ത് എന്ത് കിട്ടും? പി ഇൻറ്റു ഓർഡർ ഓഫ് കെ റേസ് ടു പി ഈക്വൽ ടു അതെന്താ? ഓർഡർ ഓഫ് കെ ഐ ആണ്. ഐ ഈക്വൽ ടു 1 to എക്സെട്ര അപ് ടു എം ഡാഷ്. ഇറ്റ് ഓൺലി റിമൈൻസ് ടു പ്രൂവ് ദാറ്റ് ദ നമ്പർ ഓഫ് എച്ച് ഐ ഓഫ് ഓർഡർ പി ഈക്വൽസ് ദ നമ്പർ ഓഫ് കെ ഐ ഓഫ് ഓർഡർ പി. ദാറ്റ് ഈസ് വി മസ്റ്റ് പ്രൂവ് ദാറ്റ് എം മൈനസ്. അപ്പം ഇനി നമുക്ക് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടല്ലോ, ജിയുടെ റെപ്രസെൻറ്റേഷനകത്തിൽ ബാക്കി വരുന്നതെല്ലാം ഇവിടെ വരെ ഉള്ളതിന് ശേഷം വന്നതെല്ലാം എന്തായിപ്പോയി? അതിൻ്റെ എല്ലാം ഓർഡർ പി വന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ അത് ഇല്ലാതായിപ്പോയത്. മനസ്സിലായോ? കാരണം
അപ്പം എച്ച് എം ഡാഷിന് ശേഷമുള്ള ഒരെണ്ണത്തിൻ്റെ ഓർഡർ, ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ പി വരുമ്പം അതിൻ്റെ അതിൻ്റെ റേസ് ടു പവർ എടുക്കുമ്പം അതിൻ്റെ ഓർഡർ ഡിവൈഡഡ് ബൈ പി ആണ്. അപ്പോൾ പി ഓർഡർ വന്നതുകൊണ്ടാണ് പി ബൈ പി 1 വരുമെന്ന് പറഞ്ഞാൽ ട്രിവിയലായി. അതുകൊണ്ടാണ് അതൊന്ന് ഈ ജി റേസ് ടു പിക്കകത്ത് വരാഞ്ഞത്. അപ്പോൾ ഇതിന് ശേഷം ഉള്ളതിൻ്റെ എല്ലാം ഓർഡർ എന്താണ്? പി ഓർഡറാണ്. അപ്പോൾ ഇനി നമ്മൾ എം ഡാഷ് ഈക്വൽ ടു എൻ ഡാഷ് കിട്ടി. ഇനി ശേഷമുള്ളത് ഈക്വലാണെന്ന് കാണിച്ചാൽ മതിയാവും. ഓക്കെ, പി മസ്റ്റ് പ്രൂവ് ദാറ്റ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കാണിക്കുന്നത് എം മൈനസ് എം ഡാഷ് ഈസ് ഈക്വൽ ടു എൻ മൈനസ് എം ഡാഷ് എന്നാണ്. സിൻസ് എം ഡാഷ് ഈസ് ഈക്വൽ ടു എം ഡാഷ്, വി ഹാവ് ഓർഡർ ഓഫ് H1 ഇൻറ്റു ഓർഡർ ഓഫ് H2 ഇൻറ്റു എക്സെട്ര ഓർഡർ ഓഫ് എച്ച് എം ഡാഷ് ഇൻറ്റു പി റേസ് ടു എം മൈനസ് എം ഡാഷ് ഈക്വൽ ടു ഓർഡർ ഓഫ് ജി ഈക്വൽ ടു ഓർഡർ ഓഫ് K1 ഇൻറ്റു ഓർഡർ ഓഫ് K2 ഇൻറ്റു എക്സെട്ര ഓർഡർ ഓഫ് കെ എൻ ഡാഷ് ഇൻറ്റു പി റേസ് ടു എൻ മൈനസ് എൻ ഡാഷ്. നമ്മൾ എന്താ എടുത്തത്? നമ്മൾ ഓർഡർ എടുത്തു. ആ ഫസ്റ്റിലത്തെ റെപ്രസെൻറ്റേഷൻ്റെ ഓർഡർ എടുത്തു. അപ്പം അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ജിയുടെ ഓർഡറിനോട് ഈക്വലാണ്. അപ്പോൾ എച്ച് എം ഡാഷിന് ശേഷം വരുന്നതിൻ്റെ എല്ലാം കൂടെ ഓർഡർ പി, ഓരോന്നിൻ്റെ ഓർഡർ പി ആണ്. പി ഇൻറ്റു പി ഇൻറ്റു പി ഇൻറ്റു എക്സെട്ര എത്ര ഉണ്ട്? എം, ടോട്ടൽ എം ആണ്. എം എ മൈനസ് അതുവരെയുള്ള എം ഡാഷ്, എം മൈനസ് എം ഡാഷ് ഈക്വൽ ടു ഓർഡർ ഓഫ് ജി ഈക്വൽ ടു ഓർഡർ ഓഫ് K1 ഇൻറ്റു ഓർഡർ ഓഫ് K2 ഇൻറ്റു എക്സെട്ര ഓർഡർ ഓഫ് കെ എൻ ഡാഷ് ഇൻറ്റു പി റേസ് ടു എൻ മൈനസ് എൻ ഡാഷ് ഇംപ്ലൈസ് അതുവരെ ഉള്ളത് ഈക്വൽ ആണല്ലോ. എം ഡാഷ് എൻ ഡാഷ് വല്ല ഈക്വൽ ആയതുകൊണ്ട് പി റേസ് ടു എം മൈനസ് എം ഡാഷ് ഈക്വൽ ടു പി റേസ് ടു എൻ മൈനസ് എൻ ഡാഷ് ഇംപ്ലൈസ് എം മൈനസ് എം ഡാഷ് ഈക്വൽ ടു എൻ മൈനസ് എൻ ഡാഷ് ഇംപ്ലൈസ് എം ഈക്വൽ ടു എൻ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഹാസ് ദ പ്രൂഫ്.